വെൽക്കം ടു myclass.com. ഇന്നത്തെ ലെസണിൽ നമുക്ക് ഒരു ചെറിയ പൈത്തൺ പ്രോഗ്രാം ചെയ്തു നോക്കാം. ഒരു പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ഒരു പൈത്തൺ ഫയലിൽ ഒരു ചെറിയ പൈത്തൺ പ്രോഗ്രാം ചെയ്യാം. അതിൽ ആ ഒരു പ്രോഗ്രാമിൽ നമുക്ക് വേരിയബിൾ ഡിക്ലറേഷൻ, പൈത്തണിൽ വേരിയബിൾ ഡിക്ലറേഷൻ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. നമ്മളിനി ഫയൽ ന്യൂ പ്രൊജക്റ്റ്, ഇപ്പോൾ ന്യൂ പ്രൊജക്റ്റ് എടുക്കുമ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് ക്രിയേറ്റ് പ്രൊജക്റ്റിൻ്റെ വിൻഡോ വരും. അപ്പോൾ അതിൽ നമ്മൾ നമ്മുടെ നെയിം കൊടുക്കുന്നു. അപ്പോൾ ഹലോ എന്ന പേര് കൊടുത്ത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വിൻഡോയിൽ വേണോ ന്യൂ വിൻഡോയിൽ വേണോ ഒരു ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. ഏത് ഓപ്ഷൻ ആയാലും നമ്മുടെ പ്രൊജക്റ്റ് ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, അങ്ങനെ പ്രൊജക്റ്റ് ഓപ്പൺ ആയിട്ട് വരുമ്പോൾ നമ്മൾ ആ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എന്തുണ്ട്, ഒരു main.py എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഫയലുണ്ട്. ഇനി നമുക്ക് എക്സ്ട്രാ പുതിയതായിട്ടൊരു പൈത്തൺ ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അതിനാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ അതിന് ചെയ്യേണ്ടത്, നമ്മുടെ പ്രൊജക്റ്റ് അല്ലേ, നമ്മൾ ഹലോ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു പ്രൊജക്റ്റ് ഫോൾഡറിൻ്റെ ഐക്കൺ ഉണ്ടായിരിക്കും അവിടെ. അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ന്യൂ, നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കുന്നത് പൈത്തൺ ഫയലാണ്. അപ്പോൾ ഒരു പൈത്തൺ ഫയൽ അഥവാ .pyയിൽ നമുക്കൊരു ഫയൽ കിട്ടും. അപ്പോൾ അത് ഏതെങ്കിലും നെയിം കൊടുത്തിട്ട് നമുക്കത് സേവ് ചെയ്യാം. അപ്പം നമ്മളിവിടെ ആപ്പ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു നെയിമാണ് കൊടുക്കുന്നത്, APP. അപ്പോൾ APP.py എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പൈത്തൺ ഫയൽ നമ്മൾക്ക് ക്രിയേറ്റ് ആയി വരും, APP. ഓക്കെ, ആപ്പ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ പ്രൊജക്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇനി അത് ഓപ്പൺ ചെയ്യുക. അതവിടെ ഓപ്പണായി നമ്മുടെ വിൻഡോയിൽ കിടക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇനിയാണ് നമ്മളതിൽ കോഡ് എഴുതാൻ പോകുന്നത്. അങ്ങനെ കോഡ് എഴുതുമ്പോൾ എന്താ ചെയ്യുക, നമ്മൾ പ്രിൻ്റാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ പ്രിൻ്റ് ബ്രാക്കറ്റ് ഇൻവേർട്ടഡ് കോമയിൽ നമ്മുടെ കോഡ്സിൻ്റെ ഉള്ളിലാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ അതൊരു സ്ട്രിങ് ആയിട്ട് നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ പറ്റും. വളരെ ഈസിയാണ് പൈത്തൺ പ്രോഗ്രാമിംഗ്. നമ്മൾ നോർമൽ സംസാരിക്കുന്ന പോലെ ആണ്. ഒരുപാട് സിൻടാക്സ് അങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് ഒന്നുമില്ല. സെമികോളൻ അങ്ങനെയുള്ള ഒരു പരിപാടിയും നമ്മുടെ പൈത്തണില്ല. നമ്മൾ പ്രിൻ്റ് ബ്രാക്കറ്റിൽ ഹലോ എന്ന് എഴുതി കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ ഹലോ പ്രിൻ്റ് ആവും. നമ്മൾ എന്ത് ചെയ്യുക, നമ്മളത് റൺ ചെയ്യുമ്പം. അപ്പം അത്രയും വളരെ സിമ്പിളായിട്ടാണ് നമ്മുടെ പൈത്തൺ പ്രോഗ്രാമിംഗ് പോകുന്നത്. ഓക്കെ, ഇനി എന്ത് വേണമെങ്കിലും നമുക്ക് എഴുതാം. അങ്ങനെ നമ്മൾ എഴുതിയത് നമ്മളിനി എന്ത് ചെയ്യാൻ പോവാണ്, ഇനി റൺ ചെയ്യാൻ പോവാണ്. അപ്പോൾ റൺ ചെയ്യുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒരുപാട് രീതിയിൽ നമുക്ക് റൺ ചെയ്യാൻ പറ്റും. അതിലൊരു ഓപ്ഷനാണ് നമ്മുടെ മുകളിൽ ആ ഒരു ഗ്രീൻ ട്രയാങ്കിൾ വൈസ് ഉള്ളത്. അവിടെ വെച്ച് നമുക്ക് റൺ ചെയ്യാം. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ റൺ ചെയ്യാൻ പോവാണ്. പിന്നെ റൺ എന്നുള്ള ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് റൺ ചെയ്യാം. അപ്പോൾ റൺ നമ്മൾ എന്ത് ചെയ്യുന്നു, റൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ app.py റൺ ചെയ്യാൻ പോവാണ്. അതിന് ഷോർട്ട് കട്ട് ഉണ്ട്, അതും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റൺ ചെയ്യാവുന്നതാണ്. റൺ കൊടുത്തു. അപ്പോൾ റൺ കൊടുക്കുമ്പോൾ ഏതാണ് റൺ ചെയ്യേണ്ടത് അത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആപ്പാണ് റൺ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് താഴെ അതിൻ്റെ റൺ ചെയ്ത റിസൾട്ട് കാണാം. അപ്പോൾ നമ്മൾ ഹലോ പ്രിൻ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഹലോ പ്രിൻ്റ് ചെയ്തിരിക്കുന്നു, കണ്ടില്ലേ. അങ്ങനെയാണ് നമ്മുടെ ഒരു പൈത്തൺ ഫയൽ നമ്മൾ വർക്ക് ചെയ്യാം. പൈച്ചാമിലാണ്, പൈച്ചാം ID യൂസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഈ പൈത്തൻ്റെ ഫസ്റ്റ് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് ഇത് മാത്രമേ ഉള്ളൂ, പ്രിൻ്റ് ഹലോ. നമ്മൾ ഒരു സെമികോളൻ അങ്ങനെ ഒരു പർട്ടിക്കുലർ സിൻടാക്സ് അങ്ങനെയൊന്നും പറഞ്ഞില്ല. പ്രിൻ്റ് കോഡ്സിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താണ് നമുക്ക് പ്രിൻ്റ് ചെയ്യേണ്ടത് അത് നമ്മൾ കൊടുത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ പൈത്തൺ പ്രിൻറ്റിങ് ഹലോ പ്രോഗ്രാം. ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് നോക്കാം, ഒരു ഡിക്ലറേഷൻ. നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഒരു പേര്, നമുക്ക് വേണ്ട ഒരു കീവേഡ് യൂസ് ചെയ്തിട്ട് ഐഡൻറ്റിഫയർ നോട്ട് കീവേഡ് ഐഡൻറ്റിഫയർ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു ഏജ് =20 എന്ന് നമ്മൾ കൊടുക്കുന്നു. ഏജ് =20 എന്ന് കൊടുത്താൽ, അഥവാ നമ്മൾ കൊടുത്തത് നമ്മുടെ ഇൻറ്റിജർ ആയതുകൊണ്ട് ഏജ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു വേരിയബിൾ ഇൻറ്റിജർ ആയിട്ട് നമ്മുടെ മെമ്മറിയിൽ എത്തിയിട്ടുണ്ട്. അല്ലാതെ അത് ഇൻറ്റിജർ ആണ് എന്ന് ആദ്യമേ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ മനസ്സിലാക്കി ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് സ്റ്റൈലാണ് പൈത്തൺ. ഓക്കെ, നമ്മളിപ്പോൾ സീലൊക്കെ ആണെങ്കിൽ നമ്മൾ ആദ്യം ഏജ്, പിന്നെ ഏജ് 20 ആയിട്ട് ഡിക്ലെയർ ചെയ്യും, സെമികോളൻ ഇടും. പക്ഷെ ഇത് അങ്ങനെയൊന്നുമില്ല. ഏജ് =20 എന്ന് പറഞ്ഞാൽ തന്നെ ഓക്കെ, ഏജ് എന്ന് പറഞ്ഞാൽ ആ ഒരു വേരിയബിൾ 20 എന്ന നെയിം ഇതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് 20 ഇൻറ്റിജറാണ്. ഇനി നമ്മൾക്ക് അത് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് പ്രിൻ്റ് ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഏജ് കൊടുത്താൽ മതി. അങ്ങനെ അത് ഏജ് കൊടുത്ത് നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏജ് എന്താണ്, 20 ആണ്. ആ 20 നമുക്ക് എന്തായിട്ട് കാണാം, നമ്മൾ ഔട്ട്പുട്ട് വിൻഡോയിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ റൺ ചെയ്യുന്നു. ഇവിടെ തന്നെ റൈറ്റ് ക്ലിക്ക് അടിച്ചാലും നമുക്ക് റൺ ഓപ്ഷൻ കിട്ടും കേട്ടോ, റൺ ആപ്പ്. ഇനി അല്ല, നോർമലി ആ ഒരു റണ്ണിൻ്റെ ഓപ്ഷൻ ചെയ്ത് റൺ ചെയ്താലും നോക്കൂ 20 ഇവിടെ കിട്ടി നമുക്ക്.
നമ്മൾ എന്താ ചെയ്ത ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ വേരിയബിളിൻ്റെ ടൈപ്പ് ഒന്നും പറഞ്ഞു കൊടുത്തില്ല. അതിൻ്റെ വാല്യൂ ഓട്ടോമാറ്റിക്കലി നമ്മൾ കൊടുത്തപ്പോൾ അത് ഏജ് വാല്യൂ ആണെന്ന് അത് ആ അസംഷനിൽ അത് എത്തി. അപ്പോൾ പ്രിൻ്റ് ഏജ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് ഏജ് എന്ന് പറഞ്ഞ ആ ഒരു സംഭവത്തിൻ്റെ വാല്യൂ നമ്മൾക്ക് പ്രിൻ്റ് ചെയ്ത് തന്നു. ക്ലിയർ? അപ്പം അങ്ങനെയാണ് നമ്മുടെ ഒരു വേരിയബിൾ ഡിക്ലറേഷനും അതിന് വാല്യൂ കൊടുക്കുന്ന രീതി പൈത്തണിൽ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏജ് നമ്മളൊരു വേറെ വാല്യൂ കൊടുത്തു. ഏജ് 30 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ആദ്യം ഏജ് 20 ആയിരുന്നു, പിന്നെ ഏജ് 30 ആയി കഴിഞ്ഞാൽ ആ ഒരു ടോപ്പ് ഡൗൺ ഫാഷനിലാണ് നമ്മുടെ പൈത്തൺ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം 20 അസൈൻ ചെയ്തിരുന്നു, പിന്നെ 30ലേക്ക് അത് അപ്ഡേറ്റ് ആയി. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ പ്രിൻ്റ് ചെയ്തത് കാരണം നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്, 30 ആണ് കിട്ടിയിരിക്കുന്നത്. അഥവാ അപ്പോൾ അതിൻ്റെ അതിൻ്റെ ഒരു റണ്ണിങ് ആൻഡ് കമ്പൈലേഷൻ വരുന്നത് ടോപ്പ് ടു ബോട്ടം ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കാര്യം ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ വേറൊന്ന് ഡിക്ലെയർ ചെയ്യാണ് പ്രൈസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് അതൊരു ഫ്ലോട്ടിംഗ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ഫ്ലോട്ടിംഗ് വാല്യൂ നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, അങ്ങനെ ഫ്ലോട്ടിംഗ് വാല്യൂ ഇപ്പം 20.87 നമ്മൾ കൊടുത്തു. ഇനി നമ്മൾ വേറൊരു വേരിയബിളും കൂടെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു, ഫസ്റ്റ് നെയിം. അതൊരു സ്ട്രിങ് ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നെയിം ഇപ്പം നമ്മൾ 2 വേർഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നോർമലി നമ്മൾ അണ്ടർസ്കോർ ഇട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നെയിംസ് പൈത്തണിലും നമ്മൾ കൊടുക്കുക. അതാണ് ഒരു സ്റ്റൈല്. അങ്ങനെ തന്നെ കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ 2 വേർഡ് നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യണമെങ്കിൽ യു ക്യാൻ ഡു ലൈക്ക് ദാറ്റ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നെയിം നമ്മൾ എന്ത് ചെയ്യാണ്, ഫസ്റ്റ് നെയിം ഈക്വൽ ടു കോട്ട്സിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് എന്താണ്, ഇപ്പോൾ ഒരു സ്ട്രിങ് ആണ് നമ്മൾ പാസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ മൈ ക്ലാസ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു നെയിമിനെ ഞാൻ ഫസ്റ്റ് നെയിമിലേക്ക് കൊടുത്തു, അസൈൻ ചെയ്തു. അപ്പോൾ ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സ്ട്രിങ് വേരിയബിളിൽ മൈ ക്ലാസ് എന്ന് പറഞ്ഞിരിക്കുന്ന വാല്യൂ ഉണ്ടായിരിക്കും. ഇനി നമുക്ക് നോർമലി അത് പ്രിന്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ എന്തോ ചെയ്തു, ഒരു ഇൻറ്റിജർ ഡിക്ലെയർ ചെയ്തു, ഒരു ഫ്ലോട്ടിംഗ് ചെയ്തു, ആൻഡ് ഓൾസോ ഒരു സ്ട്രിങ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബൂളിയനാണ്. അപ്പോൾ ഈസ് ഓൺലൈൻ ഈക്വൽ ടു ഫാൾസ്. അപ്പോൾ നമ്മൾ ഫാൾസ് ട്രൂ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു കീവേഡാണ് നമ്മൾ കൊടുക്കുന്നെങ്കിൽ, അഥവാ ട്രൂ ഓർ ഫാൾസ് ആ ഒരു 0 or 1 എന്ന് പറഞ്ഞ വാല്യൂ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഈക്വൽ ടുൻ്റെ മുന്നേ കൊടുത്ത് നമ്മുടെ വാരിയബിൾ അത് ബൂളിയൻ ആയിട്ട് മാറി. ഓക്കെ, ഫാൾസ് ട്രൂ, എഫ് ക്യാപിറ്റലാണ്, ടി ക്യാപിറ്റലാണ് കേട്ടോ, ഫാൾസും ട്രൂ. അപ്പോൾ ഈ ഓൺലൈൻ ഇപ്പോൾ എന്തായി, അതൊരു ബൂളിയൻ വേരിയബിളായി മാറി. അല്ലാതെ നമ്മൾ ആദ്യം അതിനെ ഡിക്ലെയർ ചെയ്ത് വീണ്ടും അങ്ങനെയുള്ള ഒരു സംഭവം പൈത്തണിലല്ല. അങ്ങനെയാണ് നമ്മുടെ പൈത്തണിൻ്റെ സ്റ്റൈൽ. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ എന്ത് ചെയ്തു, ഒരു സ്ട്രിങ് ഡിക്ലെയർ ചെയ്തു, എല്ലാം നമ്മൾ ഡിക്ലെയർ ചെയ്തു. നമ്മളൊരു സ്ട്രിങ് ചെയ്തു, നമ്മളൊരു ഫ്ലോട്ടിംഗ് വാല്യൂ ചെയ്തു, ഇൻറ്റിജർ ചെയ്തു, ആൻഡ് ഓൾസോ ബൂളിയൻ ചെയ്തു. ഇനി നമുക്ക് എന്താണോ അത് നമുക്ക് കാണിക്കേണ്ടത് അതെല്ലാം പ്രിന്റിൻ്റെ ഉള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റ് നെയിം പ്രിന്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നെയിം എന്നുള്ള വേരിയബിളിനെ നമ്മൾ പ്രിന്റ് ചെയ്തു. നമ്മൾ ഡിക്ലെയർ ചെയ്ത എല്ലാ വേരിയബിളും നമ്മൾ ഇനി പ്രിന്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് നെയിം, ഏജ്. ഓക്കെ, ഇനി നമ്മൾ റണ്ണിങ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് നെയിമും മൈ ക്ലാസും നമ്മൾ സെറ്റ് ചെയ്ത ഏജ് 20യും നമ്മൾക്ക് എന്ത് ചെയ്തു, ഔട്ട്പുട്ടായിട്ട് കിട്ടിയിരിക്കുന്നു. ഇനി നമ്മൾ വീണ്ടും നമുക്ക് ബാക്കിയുള്ള വേരിയബിളും നമുക്ക് എന്ത് ചെയ്യാം, പ്രിന്റ് ചെയ്യാം. പ്രിന്റ് പ്രൈസ് 20 ആ ഫ്ലോട്ടിംഗ് വാല്യൂ നമ്മൾ പ്രിന്റ് ചെയ്ത് കിട്ടി നമുക്ക്. ഓക്കെ, 20.87. Thank you for watching.